കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം നീളുന്നു. ഇന്ന് ഡൽഹിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ 6 സീറ്റുകളിൽ ധാരണയായി. വിശദാംശങ്ങൾ സവാദ് മുഹമ്മദ് നൽകും. സവാദ്, 6 സീറ്റുകളിലാണ് ധാരണയായത്. ഇനി 10ഓളം സീറ്റുകളിൽ ധാരണയാവാൻ ബാക്കി കിടക്കുന്നു. ഏതൊക്കെയാണ് ധാരണയായ സീറ്റുകൾ? അരുൺ, ഇന്ന് നടന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ 6 സീറ്റുകളിലാണ് ധാരണയായത്. അത് 3 മാത്രമാണ് സിറ്റിംഗ് സീറ്റുകൾ. തിരുവനന്തപുരത്ത് ശശി തരൂർ, അതുപോലെ തന്നെ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, കോഴിക്കോട് MK രാഘവൻ. അങ്ങനെ 3 സിറ്റിംഗ് സീറ്റുകളിലും കണ്ണൂരിൽ K സുധാകരനും ഒപ്പം കാസർഗോഡ് സുബ്ബറായും ആറ്റിങ്ങൽ അടൂർ പ്രകാശും, അങ്ങനെ 6 സീറ്റുകളിലാണ് ഇപ്പോൾ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ 4 സീറ്റുകളിൽ ഏകദേശമായിട്ടുള്ള ഒരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഒരു അന്തിമ ധാരണയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവസാന നിമിഷം മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് വയനാട് ഷാനിമോൾ ഉസ്മാൻ, തൃശ്ശൂർ TN പ്രതാപൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, അങ്ങനെ 4 സീറ്റുകളിൽ ഒരു ഏകദേശ ധാരണയും രൂപപ്പെട്ടിട്ടുണ്ട്. അതിലും മാറ്റങ്ങൾ സംഭവിക്കാം. ചുരുക്കത്തിൽ ഇന്ന് 5 മണിക്കൂറോളം നീണ്ടുന്നത്, രാവിലെ 10 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 3 മണിക്ക് അവസാനിച്ച കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ആകെ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിൽ 6 സീറ്റുകളിലാണ് ഒരു അന്തിമ ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ 3 സീറ്റുകൾ മാത്രമാണ് സിറ്റിംഗ് സീറ്റുകൾ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കോൺഗ്രസ് പറഞ്ഞിരുന്നത് സിറ്റിംഗ് സീറ്റുകളിൽ സിറ്റിംഗ് MP-മാർക്ക് മത്സരിക്കാനുള്ള ഒരു മുൻഗണന നൽകും എന്നാണ്. പക്ഷേ സിറ്റിംഗ് സീറ്റുകളിൽ അടക്കം തർക്കം നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും സേഫായ മണ്ഡലം എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന എറണാകുളത്ത് KV തോമസ് മത്സരിക്കുന്ന കാര്യത്തിൽ പോലും തർക്കം നിലനിൽക്കുന്നുണ്ട്. അവിടെ ഹൈബി ഈഡന്റെ പേര് ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയരുകയും അവിടെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എറണാകുളം മണ്ഡലത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എടുക്കും എന്നാണ്, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി എടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. KV തോമസ് തുടരണമോ, സിറ്റിംഗ് MP എന്ന നിലയിൽ അദ്ദേഹം തുടരണമോ എന്ന കാര്യത്തിൽ അദ്ദേഹമായിരിക്കും തീരുമാനം എടുക്കുക. മറ്റൊരു സിറ്റിംഗ് സീറ്റ് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ആന്റണിയെ മാറ്റണം എന്നൊരു ആവശ്യം ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ചില പ്രമുഖ നേതാക്കൾ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതും ഹൈക്കമാൻഡിന്റെ ഒരു അന്തിമ തീരുമാനമായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴത്തെ ഒരു ധാരണ അനുസരിച്ച് ഉമ്മൻചാണ്ടിയുടെ പേര് പത്തനംതിട്ടയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹം മത്സരിക്കുന്നില്ലെങ്കിൽ സിറ്റിംഗ് MP എന്ന നിലയിൽ ആന്റണിയെ അവിടെ നിലനിർത്തണം എന്ന ഒരു ചർച്ചയാണ് ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു സീറ്റ് വടകരയാണ്. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ KK രമയെ പോലെയുള്ള ഒരു പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്ന കാര്യത്തിലുള്ള ചില ചർച്ചകളും ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായി. പക്ഷേ അക്കാര്യത്തിലും ഒരു അന്തിമ ധാരണ ഉണ്ടായിട്ടില്ല. വയനാട്ടിൽ ഷാനിമോൾ ഉസ്മാന് വളരെ മുൻതൂക്കം ഉണ്ടെങ്കിൽ പോലും അവിടെ T സിദ്ദീഖ് അവകാശവാദം ശക്തമാക്കി തന്നെ രംഗത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാനിമോൾ ഉസ്മാന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. കേന്ദ്ര നേതൃത്വം ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിലും വളരെ കാലം കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു നേതാവ് എന്ന നിലയിലും അവർക്കൊരു വിജയസാധ്യതയുള്ള മണ്ഡലം നൽകണം എന്ന ഒരു താല്പര്യം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട് സീറ്റിൽ ഷാനിമോൾ ഉസ്മാന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. അപ്പോഴും T സിദ്ദീഖ് അവിടെ ശക്തമായിട്ടുള്ള അവകാശവാദവുമായി രംഗത്തുണ്ട്. ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. കണ്ണൂർ മണ്ഡലത്തിൽ K സുധാകരൻ മത്സരിക്കാനുള്ള ഏകദേശം ഒരു പൊതുധാരണ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം മത്സരിക്കാനില്ല, ചില വ്യക്തിപരമായിട്ടുള്ള അസൗകര്യങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നെങ്കിലും ഇന്നത്തെ ചർച്ചയിൽ മത്സരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം ഹൈക്കമാൻഡ് നേതാക്കളെ, സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ കേന്ദ്ര നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഏതാനും 6 സീറ്റുകളിൽ ധാരണ ഉണ്ടാവുകയും സിറ്റിംഗ് സീറ്റുകളിലടക്കം 10ഓളം സീറ്റുകളിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അരുൺ, നിലവിൽ സവാദ് സിറ്റിംഗ് MP-മാർ മത്സരിക്കും എന്ന ഒരു സൂചന ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത് സിറ്റിംഗ് MP-മാരുള്ള മണ്ഡലങ്ങളിൽ നിന്ന് മറ്റാരുടെയും പേര് നൽകേണ്ടതില്ല എന്നായിരുന്നു. എന്നാൽ പത്തനംതിട്ടയും എറണാകുളവും അടക്കമുള്ള മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MP-മാരുടെ കാര്യത്തിൽ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഘട്ടമുണ്ടാവുന്നു. വടകരയിലാകട്ടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ താൻ മത്സരിക്കില്ല എന്ന് അറിയിക്കുക കൂടി ചെയ്യുന്നു. വടകര ഒഴിച്ചു നിർത്തിയാൽ എറണാകുളത്തും പത്തനംതിട്ടയും സിറ്റിംഗ് MP-മാരല്ല മത്സരിക്കുന്നതെങ്കിൽ എന്ത് വിശദീകരണമായിരിക്കും ഒരുപക്ഷെ നേതൃത്വം ഇനി നൽകുക ഈ സാഹചര്യത്തിൽ?
രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രണ്ട് മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാർക്കെതിരെ ഒരു ജനവികാരമുണ്ട് എന്ന അഭിപ്രായമാണ് ചില നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ആന്റണിക്കെതിരെ വലിയ വികാരം നിലനിൽക്കുന്നു. മാത്രമല്ല, ആ മണ്ഡലം ഇത്തവണ ഒരു പ്രസ്റ്റീജ് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ശബരിമല വിവാദത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ BJP അവരുടെ ഒരു സ്റ്റേക്ക് വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെ BJP അവിടെ ആലോചിക്കുന്നു. മറ്റൊരു LDF വീണ ജോർജിനെ ാണ് അവിടെ മത്സരിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ജനസമ്മതി കുറഞ്ഞ സിറ്റിംഗ് MP ആണെങ്കിൽ പോലും ജനസമ്മതി കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് ദോഷം ചെയ്യും എന്ന ഒരു അഭിപ്രായമാണ് ചില മുതിർന്ന നേതാക്കൾ തന്നെ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രകടിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പകരം ആര് എന്നത് ഒരു വലിയ ചോദ്യം ആയി അവിടെ ബാക്കിയാകുന്നുണ്ട്. പകരമായി മറ്റു ചില പേരുകൾ ഉയർന്നു കേട്ടെങ്കിൽ പോലും അത് ആന്റണിയെ പോലെ അത്രയും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയല്ല എന്നൊരു അഭിപ്രായമാണ് ഉള്ളത്. ആ സമയത്താണ് ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ മത്സരിക്കുകയും ആന്റണിയെ ഇടുക്കിയിൽ മത്സരിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു ഫോർമുല ഇന്ന് രാവിലെ യോഗത്തിൽ ഉയർന്നത്. പക്ഷെ അക്കാര്യത്തിലും ഒരു അന്തിമ ധാരണ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ യോഗത്തിലും ഉമ്മൻചാണ്ടി മത്സരിക്കാനില്ല എന്ന നിലപാട് ആവർത്തിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉമ്മൻചാണ്ടി സവാദ് മുഹമ്മദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ അന്തിമ പട്ടികയിലേക്ക് അടുക്കുന്നു. 16 സ്ഥാനാർത്ഥികളിൽ 6 പേരെ ഏകദേശ ധാരണയായി കഴിഞ്ഞു എന്നാണ് സവാദ് മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 3 സിറ്റിംഗ് MPമാർ തിരുവനന്തപുരത്ത് ശശി തരൂരും കോഴിക്കോട്ട് MK രാഘവനും കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിലും 3 സിറ്റിംഗ് MPമാരടക്കം 6 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. 4 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയുമായി. ഇനി 10 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മൊത്തം ധാരണയിലേക്ക് എത്തേണ്ടതുണ്ട്. നിലവിൽ 6 പേരുടെ കാര്യത്തിൽ ഏകദേശം ഉറപ്പിക്കാമെന്ന ഘട്ടത്തിലാണ്. കണ്ണൂരിൽ K സുധാകരനും കാസർഗോഡ് സുബയ്യ റായിയും ആലത്തൂരിൽ രമ്യ ഹരിദാസും ഏറെക്കുറെ ധാരണ ഉറപ്പിച്ചവരിൽ തന്നെ പെടുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ, അതായത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബാക്കിയുള്ള 10 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ ഏകദേശ ധാരണ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കോട്ടയം